ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ കുറച്ച് ജോലി ഉണ്ടായിട്ടോ. അപ്പോൾ എനിക്ക് അരി പൊടിപ്പിക്കണമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ രാവിലെ തന്നെ അരിയൊക്കെ കഴുകി. അപ്പോൾ ആ കഴുകിയ വെള്ളം കൊണ്ടുപോയി ചെടികൾക്ക് ഒഴിച്ചതാട്ടോ. അപ്പോൾ ഉണ്ട് നമ്മുടെ റോസ നന്നായിട്ട് ഇങ്ങനെ വിടർന്നു തന്നെ ഉണ്ട്. അപ്പോൾ ഈ രാവിലെ തന്നെ ചെറിയൊരു മഞ്ഞിൻ്റെ തണുപ്പൊക്കെ ഉള്ള സമയത്ത് ഈ പൂ ഇങ്ങനെ മുഴുവനായിട്ട് വിടരാതെ കുറഞ്ഞ് ഇങ്ങനെ വിടർന്ന് വരുന്ന സമയത്ത് അതിൻ്റെ അടുത്ത് ചെന്ന് നിൽക്കുകയാണെങ്കിൽ നല്ല സ്മെല്ലാട്ടോ. നമുക്ക് അറിയാതെ അതിങ്ങനെ മണത്തിപ്പോവും. നല്ലൊരു സുഗന്ധമായിരിക്കും രാവിലെ തന്നെ. അപ്പോൾ അതൊക്കെ കുറച്ച് നേരം നോക്കി നിന്നപ്പോൾ എടുത്തതാട്ടോ ആ പൂവിൻ്റെ വീഡിയോ. അതിനിയും വിരിയാനുണ്ട്. നാളെ ആകുമ്പോഴാണ് അത് ശരിക്കും വിരിയുള്ളൂ. അപ്പോൾ ഞാൻ ആ അരി കഴുകിയ വെള്ളം ഉണ്ടല്ലോ, അത് നല്ല വളമാണ്. അപ്പോൾ നമുക്ക് ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എല്ലാത്തിനും കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പൊടിപ്പിക്കാനായതുകൊണ്ട് തന്നെ കുറച്ചധികം ഉണ്ടാവുമല്ലോ. അപ്പോൾ എല്ലാത്തിൻ്റെ ചോട്ടിൽ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞ് ആണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോഴത്തേനും ഇനി നമുക്ക് ഇതൊക്കെ കഴിഞ്ഞ് തിരക്കൊഴിയുമ്പോൾ അത് പൊടിപ്പിക്കാനായിട്ട് കൊണ്ടുപോയി കൊടുക്കാമല്ലോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന് ഇടിയപ്പമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എൻ്റെ പൊടി കഴിയാറായിട്ടുണ്ട്. അപ്പോൾ അതിന് മുമ്പായിട്ട് എനിക്ക് പൊടി കഴിയണതിന് മുമ്പ് തന്നെ അടുത്ത പൊടി ഉണ്ടാക്കി വെച്ചില്ലെങ്കിൽ ഒരു സമാധാനമില്ല. ഞാനെപ്പോഴും ഇങ്ങനെ വറുത്ത് പൊടിക്കാറാണ് പതിവ്. പൊടിയായിട്ട് വാങ്ങൽ വളരെ കുറവാണ്. തീരെ നിവൃത്തിയില്ലെങ്കിൽ മാത്രമേ അങ്ങനെ വാങ്ങാറുള്ളൂ. അങ്ങനെ ഇടിയപ്പത്തിൻ്റെ മാവൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അത് നമുക്ക് പിന്നെ കറി ഉണ്ടാക്കണത് മുട്ടക്കറിയാണ്. അപ്പോൾ മുട്ടയൊക്കെ ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തേങ്ങ വറുത്തരച്ചിട്ട് വെറുതെ ഒരു ചാറ് പെട്ടെന്ന് ഉണ്ടാക്കണ മുട്ടക്കറിയാണ്. അപ്പോൾ നമുക്ക് വറുത്ത തേങ്ങ ഇരിപ്പുണ്ടായി. അപ്പോൾ അത് അരച്ച് അരപ്പൊക്കെ കൂട്ടി അതും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇന്നാണെങ്കിൽ ക്ലാസ് ഉള്ളൊരു ദിവസമാണ് കേട്ടോ. ഇത് അന്ന് എടുത്തേക്കുന്ന വീഡിയോയാണ്. അപ്പോൾ മക്കൾ പോണതിന് മുമ്പ് തന്നെ അത് വേഗം റെഡിയാക്കണതാണ്. അങ്ങനെ ഇടിയപ്പമൊക്കെ ഞാൻ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇന്നാണെങ്കിൽ ഇനി ഇത് അരി പൊടിപ്പിക്കാനും അങ്ങനെയുള്ള കുറച്ച് അല്ലറ ചില്ലറ ജോലികൾ വേറെ ഉണ്ടല്ലോ. അപ്പോൾ ചെയ്യണതെല്ലാം വേഗം വേഗം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ വേഗം മുഷിയണ പാത്രങ്ങൾ അതും കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ. രാവിലെ തന്നെ നോക്കിയില്ലെങ്കിൽ കുറച്ചാകുമ്പോഴത്തേനും അങ്ങനെ അധികം പാത്രങ്ങളാവും. പിന്നെ എല്ലാം കൂടി ആകുമ്പോൾ നമ്മളാകെ ടയേർഡാവും. അപ്പോൾ അതുകൊണ്ട് അതും ചെയ്യണുണ്ട്. രാവിലെ ചായ കുടിച്ച പാത്രങ്ങളും ഒക്കെ ഉണ്ടാവുമല്ലോ. ചായ കുടിച്ചതൊന്നും ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. അങ്ങനെ മുട്ടക്കറിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. മക്കൾ കഴിച്ചിട്ടൊക്കെ ഉണ്ട്. പിന്നെ ഇനി ഇവൻ്റെ മോൻ്റെ ബസ് വന്നെ നോക്കി സിറ്റ് ഔട്ടിലേക്ക് പോകും കേട്ടോ. അത് കഴിഞ്ഞ് അവനെ കയറ്റി വിട്ട് കഴിഞ്ഞിട്ടാണ് പിന്നെ അടുത്ത കാര്യങ്ങളൊക്കെ ചെയ്യാറ്. അങ്ങനെ ബസ്സിനകത്ത് ഇരിക്കട്ടെ. ഞാനപ്പോൾ സിറ്റ് ഔട്ടിലുണ്ട്. നമ്മൾ എവിടെ ഇരുന്നാലും അപ്പോൾ ബ്യൂട്ടിയും നമ്മുടെ ഒപ്പം വന്നിരിക്കും കേട്ടോ. എല്ലാവരുടെയും കൂടെ ഇരിക്കുന്നതാണ് അവൾക്ക് ഇഷ്ടം. അപ്പോൾ മുറ്റത്ത് വെയിലുണ്ട്. അപ്പോൾ മോനെ അവളെ ഇങ്ങനെ തൊട്ട് നോക്കണതാണ്. അവളുടെ ക്ലീനിങ്ങിൻ്റെ സമയത്ത് അവൾ ആരും തൊടണതൊന്നും അവൾക്ക് ഇഷ്ടമല്ല കേട്ടോ. പക്ഷേ എല്ലാവരുടെയും കൂടിയാണ് ഇരിക്കുകയുള്ളൂ. ഇച്ചിരി ചാടിയൊക്കെ ഇടും. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അവളുടെ കളിയൊക്കെ നോക്കി അങ്ങനെ ഇരിക്കും. അപ്പോഴത്തേനും അവൻ്റെ ബസ് വരും. പിന്നെ അവനെ കയറിപ്പോക്കോളും. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ അടുത്ത പരിപാടികളെല്ലാം കഴിഞ്ഞിട്ട് ഉച്ചക്കത്തേക്കുള്ള കറി ഒക്കെ ആക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ക്യാബേജ് ഉണ്ടായി. എന്നാൽ അത് എന്തായാലും അരിയാണ്. അപ്പോൾ അത് മുഴുവനായിട്ട് അങ്ങ് അരിഞ്ഞ് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് 2-3 ദിവസം എടുക്കാനുണ്ടാവും കേട്ടോ, വലിയ ക്യാബേജൊക്കെ ആണെങ്കിൽ. അപ്പോൾ അത് അരിയാനുണ്ട്. പിന്നെ പുളി പറിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഇട്ടിട്ട് മീൻ കറി വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിലേക്ക് പുളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ പച്ചമുളക്, ഇഞ്ചി, വേപ്പില അതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മുളക് എല്ലാം ഇട്ടിട്ട് പിന്നെ നമ്മൾ തേങ്ങ അരച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒരു ഉള്ളിയും ചേർത്താണ് തേങ്ങ അരച്ചത്. അരപ്പും കൂടി ഒഴിച്ചു കൊടുത്തു. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കഴിഞ്ഞിട്ട് കഷ്ണങ്ങളും ഇട്ടിട്ട് വേവിക്കാനായിട്ട് വയ്ക്കുക കേട്ടോ. അപ്പോൾ നല്ല സൂപ്പർ കറിയാണ്. തേങ്ങ അരച്ചിട്ടുള്ള ഈ പുളി ഇട്ട് കറി വെച്ച് കഴിഞ്ഞാൽ മീൻ കറി. അങ്ങനെ കറിയൊക്കെ തിളച്ച് റെഡി ആവേണ്ടത്. ഇനി അതൊന്ന് താളിച്ചെടുത്താൽ മതി. അപ്പോൾ അതിനിടയ്ക്ക് ക്യാബേജ് മുഴുവൻ തന്നെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ പച്ചക്കറികളൊക്കെ അരിയുമ്പോൾ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഒന്നായിട്ട് അങ്ങോട്ട് അരിഞ്ഞ് വെച്ചേക്കും കേട്ടോ. അപ്പോൾ നമുക്ക് പിറ്റേ ദിവസം മക്കൾക്ക് ലഞ്ച് ബോക്സിലേക്ക് കൊടുത്തുവിടാനൊക്കെ എളുപ്പമുണ്ടാവും. ചെയ്യുമ്പോൾ അത് ഒന്നിച്ചങ്ങോട്ട് ചെയ്യും. ചില ദിവസം അപ്പോൾ നമ്മൾ ഈ ഒന്നിച്ച് ചെയ്യാൻ നിൽക്കുമ്പോൾ ചില ദിവസം എത്ര പണിയെടുത്താലും തീരാത്ത ദിവസങ്ങളും ഉണ്ട് കേട്ടോ. അങ്ങനെയും സംഭവിക്കും. പക്ഷേ പിറ്റേ ദിവസം നല്ല എളുപ്പമായിരിക്കും. അങ്ങനെ ആവശ്യത്തിനുള്ള ക്യാബേജൊക്കെ എടുത്തിട്ട് തോരനാക്കിയിട്ടുണ്ട്. ബാക്കിയെടുത്ത് 2 ബോക്സിലാക്കി ഫ്രിഡ്ജിലും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അരിഞ്ഞു വന്നപ്പോൾ കുറച്ചധികം തന്നെ ഉണ്ടായി. പിന്നെ ഊണിൻ്റെ കാര്യങ്ങളൊക്കെ അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. ഊണൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ഓറഞ്ച് വാങ്ങിയിട്ടുണ്ടായി. അതൊക്കെ പൊളിച്ച് അതും കഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനിടയ്ക്ക് പൊടി എൻ്റെ അടുത്ത് 1 മണിയാകുമ്പോൾ ചെല്ലാനാണ് പറഞ്ഞത്. അപ്പോൾ 1 മണിക്ക് ഞാൻ പോയി അരിപ്പൊടി കൊണ്ടുവന്ന് അതും വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല വറുത്ത് കിട്ടണ പൊടി ആയതുകൊണ്ട് തന്നെ നല്ല ചൂടായിരിക്കും. അപ്പോൾ ചൂടാറാനൊക്കെ ആയിട്ട് വെച്ചിട്ട് ഞാൻ പിന്നെ പോയി റെസ്റ്റൊക്കെ എടുത്തു കേട്ടോ.
ഇതിപ്പോൾ വൈകുന്നേരമാണ്. വൈകുന്നേരം പിന്നെ പൊടിയുടെയൊക്കെ ചൂടൊക്കെ ആറിക്കഴിഞ്ഞപ്പോൾ ഞാനത് പകർത്തി പാത്രത്തിലേക്കാക്കി എയർ ടൈറ്റുള്ള ബോക്സിലാക്കി എടുത്തു വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ പിന്നെ അത് ചീത്തയായി പോകുമല്ലോ. അങ്ങനെ പിന്നെ പൊടിയുടെ കാര്യങ്ങളൊക്കെ നോക്കി അവിടെയൊക്കെ ക്ലീനാക്കി. ഇപ്പോഴാണെങ്കിൽ നല്ല വെയിലാണ്. അപ്പോൾ ഇനി നമുക്ക് ചെടികൾ നനയ്ക്കാതെ രക്ഷയില്ല. അപ്പോൾ വൈകുന്നേരം പിന്നെ ചെടികൾ നനയ്ക്കാനൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അന്നുണ്ടായ ആ ഓർക്കിഡിൻ്റെ പൂ തന്നെയാട്ടോ ഇത്. ഇതുവരെയായിട്ടും അത് കൊഴിഞ്ഞു പോയിട്ടില്ല. ഈ ഓർക്കിഡിൻ്റെ പൂക്കൾ കുറേ നാൾ നിൽക്കും. ഈ നീലപ്പൂവിൻ്റെ ചെടിയിൽ നിന്ന് ഇങ്ങനെ ഡെയിലി പൂ വിരിയണതാണ്. അതെന്നും ഇങ്ങനെ കൊഴിഞ്ഞു പോകും, പിന്നെ പുതിയത് വിരിയും, അങ്ങനെയാണ്. അങ്ങനെ ചെടികളുടെ അടുത്തൊക്കെ ഒന്ന് നോക്കി അവരെയൊക്കെ ഒന്ന് നനച്ച് ഒക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് പിന്നെ ചായയൊക്കെ ഉണ്ടാക്കിയത്. പിന്നെ ചായയൊക്കെ ഇട്ട് അപ്പോഴത്തേനും മക്കളൊക്കെ വന്നായിരുന്നു. അങ്ങനെ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. വീണ്ടും അടുത്ത വീഡിയോയിൽ അടുത്ത വിശേഷങ്ങളുമായിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.